അപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ യാമ്പോലെ ഫ്ലവർ ഫെസ്റ്റിവലിലാണ്, 2026 യാമ്പോ ഫ്ലവർ ഫെസ്റ്റിവലിലാണ്. ഞാനൊരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ലാസ്റ്റ് ഫ്ലവർ ഷോ കൂടിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് വരുന്നത്. അപ്പം അന്നത്തേതും ഇന്നത്തേതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വന്നപ്പോൾ തന്നെ പെർ ഹെഡ് 25 റിയാലാണ്. അത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ ഇത് ഏകദേശം കഴിഞ്ഞ മുന്നിലത്തെ പോലുള്ള വർഷങ്ങളിലെ തന്നെ ഏകദേശം സമാനമായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രണ്ടിലത്തെ ആർച്ച്. പിന്നെ എനിക്ക് ഡിഫറെൻ്റായിട്ട് തോന്നിയത് ഈ ഒരു റഷ്യൻ സോങ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നേ. നമുക്ക് കുറേ നേരം നമ്മളിങ്ങനെ കേട്ട് നിൽക്കും. അതിൽ ഈ ഒരു പെൺകുട്ടി മാത്രം നല്ല ചിരിച്ചുകൊണ്ട് നമുക്ക് രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ നിന്ന് അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ കയറുന്നത് ഫ്ലവർ ഹിൽ ഏരിയയിലേക്കാണ് കേട്ടോ. ഒരു ചെറിയൊരു ഹില്ല് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. എല്ലാം സെയിം ഫ്ലവേഴ്സ് തന്നെയാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു റഷ്യൻ ബ്യൂട്ടീസും പിന്നെ ഈ ഒരു ഫ്ലവറാണ്. ഇത് നമ്മൾ അടുത്തേക്ക് പോയി നിൽക്കുമ്പം ആ ഫ്ലവർ ഇങ്ങനെ ബ്ലൂമായിട്ട് വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പം അതൊക്കെ ഇങ്ങനെ കാണാനൊരു നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എനിക്കൊന്ന് ഇതായിരുന്നു തോന്നുന്നു കേട്ടോ. ഈ ഫ്ലവറിൻ്റെ അടുത്ത് പിള്ളേർ പോയി നിൽക്കും. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുക. അപ്പോൾ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഫ്ലവേഴ്സൊന്നും അവരില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഇതിൻ്റെ പേര് പെറ്റ്യൂണിയാന്നോ അങ്ങനെ എന്തോ ഒരു പേരല്ലേ ഈ ഒരു ഫ്ലവറിൻ്റെ, ആ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഇത് നമ്മുടെ എന്തോ മിറർ വർക്കായിരുന്നു കേട്ടോ. ഇതിനാണ് അത് പോയി കണ്ടുപിടിച്ചത്. അത് കുറച്ച് നേരം ഞങ്ങൾ പോയി അതൊക്കെ നിന്ന് കണ്ടേ. ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിന്നില്ല, കുറച്ച് നേരമേ നിന്നുള്ളൂ. പക്ഷേ ആ നിന്ന് കുറച്ച് സമയം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടാ ആ പെണ്ണിൻ്റെ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ കാര്യം ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ ആ ഒരു വാളിലേക്ക് നമ്മുടെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ പില്ലേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ലൈറ്റ് പില്ലേഴ്സ്. അതിൽ വന്നിങ്ങനെ നമ്മൾ കുറേ നേരം ടാപ്പ് ചെയ്യുമ്പം കുറേ കളേഴ്സ് ഇങ്ങനെ മാറി ഭയങ്കരമായിട്ട് കളേഴ്സ് കൂടി വരും കേട്ടോ, പല തരത്തിലുള്ളത്. കുറേ നേരം അടിച്ചിട്ടാണ് കേട്ടോ ഒരു ഗ്രീൻ കളർ ചെറുതായിട്ട് കണ്ടത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഒന്ന് ഇതായിരുന്നു കേട്ടോ. ഈ പില്ലേഴ്സിൻ്റെ നടുക്ക് കുറച്ച് ഫ്ലവേഴ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ നല്ല പറ്റിയ ഏരിയ ആയിരുന്നു. പക്ഷേ ഇതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഏതാണെന്നറിയോ? ഇതായിരുന്നു. എൻ്റെ മോനെ നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് കയറി വരുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. അത് പേപ്പർ ഫ്ലവേഴ്സിനകത്ത് ഇങ്ങനെ അവർ ലൈറ്റ്സ് വെച്ചിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. മൊത്തം റോസ് ഗാർഡൻ പോലെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മറ്റേ ഐ മൂവിയിലെ ഒരു പാട്ട് അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. മാക്സിമം ഒരു 1 hour ഒന്ന് ചുറ്റി കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത്. ഏകദേശം ഒരു 8:30-9 മണി ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോഴത്തേക്കിനും അത്യാവശ്യം എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐറാമോൾ കുറച്ച് നേരം ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഇങ്ങനെ അത് ബ്ലൂമായി വരുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും റഷ്യൻ സുന്ദരികളുടെ പാട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫുഡ് ഏരിയ ആയിരുന്നു കേട്ടോ. ഫുഡിൻ്റെ അവിടെയൊക്കെ നമ്മൾ അവിടേക്കൊന്നും അധികം പോയിട്ടില്ല. പിന്നെ അവിടെ ആണെങ്കിൽ കുറച്ചൊരു പെറ്റ്സിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അത് നമ്മളധികം കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു കൊച്ചു സുന്ദരി, നല്ല സുന്ദരി ഇവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കുട്ടികളായിട്ട് അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് കുറേ നേരമൊക്കെ അവിടെ നടന്നു കേട്ടോ. ഇതൊക്കെ ഫുഡ് ഏരിയ ആണ്. അങ്ങോട്ടേക്ക് അധികം പോയില്ല കേട്ടോ. പിന്നെ ഡിഗ്രി പെറ്റ്സ് എന്ന് പറഞ്ഞ് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഷോയും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസിൽ കൂടെ തന്നെ എക്സിറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ ഇതൊന്നുമില്ല. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഷോ വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും കാണാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ്.